ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാ ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇസ്രായേലിയർ പറയണ അവരുടെ ഒരു പരിഹാസത്തോടു കൂടിയുള്ള ഒരു സംസാരമാണ് അല്ലേ. അവർ പറഞ്ഞു എന്താ, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ മൂടപ്പെട്ടതാണ് അല്ലെങ്കിൽ ഉറയിടപ്പെട്ടതാണ് എന്നാണ് അവർ പറയണത്. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്. പക്ഷെ അപ്പോൾ അള്ളാഹു എന്താ പറയണത്? അവരുടെ അവിശ്വാസ നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിനാൽ അവർ വളരെ കുറച്ചു പേര് മാത്രമേ ഇതിൽ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അടുത്ത പേജിൽ 89 തൊട്ട് 93 വരെയുള്ള ആയത്തുകളാണുള്ളത്. നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ഈ ആയത്തിൽ പറയണത് വലമ്മ ജാഅഹും, ആ വാ എന്നുള്ളത് തൊട്ട് മുമ്പത്തെ ഉള്ള ആയത്തിനോട് കണക്ട് ചെയ്തുകൊണ്ടുള്ള വാവാണ്, ആൻഡ് എന്നുള്ളതാണ്. ലമ്മ ജാഅക്കും, ജാഅഹും അവർക്ക് വന്നപ്പോൾ, കിതാബുൻ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ വേദഗ്രന്ഥം, മിൻ ഇൻദില്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, മുസദ്ദിഖൻ എന്ന് വെച്ചാൽ സത്യമാക്കുന്ന, ലിമാ മഅഹും അവരുടെ കൂടെ ഉള്ളതിനെ സത്യമാക്കുന്ന ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിൽ നിന്ന് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ട്. അപ്പോൾ ആ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഖുർആൻ അവതരിച്ചപ്പോൾ വക്കാനു അവരായിരുന്നു മിൻ ഖബലു മുൻപ്, യസ്തഫ്തിഹൂന അവർ സഹായം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അലല്ലദീന കഫറു അവിശ്വസിച്ചവരുടെ എതിരിൽ, ഫലമ്മ ജാഅഹും എന്നിട്ട് അവർക്ക് വന്നപ്പോൾ, മാ അറഫു അവർക്കറിയാവുന്നത്, കഫറൂബി അവർ അതിനെ കളവാക്കി, ഫലഅനത്തുല്ലാഹി അതിനാൽ അള്ളാഹുവിൻ്റെ ശാപം അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ ഉണ്ടായിരിക്കും. ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഇവർക്ക് തൗറാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇവർക്ക് തൗറാത്തിൽ നിന്ന് അറിയാം എന്താണ്, ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെന്നും എങ്ങനെയായിരിക്കും ആ പ്രവാചകന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ തൗറാത്ത് വഴി ഇവർക്ക് നല്ല അറിവുണ്ട്. അപ്പം ഇവരെന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഈ അറബികളുമായിട്ട് എന്തെങ്കിലും ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ പറയും, ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾക്കൊരു പ്രവാചകൻ വരാനുണ്ട്, പ്രവാചകൻ വരട്ടെ, അപ്പോൾ ഞങ്ങൾക്ക് അള്ളാഹു ഈ പ്രവാചകൻ മുഖേന ശക്തിയും പ്രതാപമൊക്കെ നൽകും, അപ്പം നിങ്ങളെ ശരിയാക്കി തരാന്നൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഇവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഒരു പ്രവാചകനെ. പക്ഷെ അങ്ങനെ പ്രവാചകൻ വന്നപ്പോൾ എന്തു പറ്റി? ഇവരുടെ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ആളായിരുന്നില്ല, അറബികളിൽ നിന്നായി പോയി പ്രവാചകൻ വന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തത്. അപ്പൊ അതാണ് അള്ളാഹു പറയണത്, അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വന്നപ്പോൾ, അപ്പൊ ഇവര് അവിശ്വാസി, അപ്പൊ ഇവര് പറയും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹുവെ ഞങ്ങൾക്ക് ഈ പ്രവാചകനെ വേഗം ഒന്ന് അയച്ചേരണേ. കാരണം ഇവര് ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്നിട്ട് വേണം മറ്റവരെ ശരിയാക്കാൻ എന്നുള്ള ഇതിലെപ്പോഴും അതാണ് അവർക്കെതിരിൽ, അലല്ലദീന കഫറു അവിശ്വസിച്ചവർക്കെതിരിൽ ഇവര് അള്ളാഹുവിനോട് സഹായം തേടാറുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഈ പ്രവാചകനെ വേഗം അയച്ചു തരണേന്ന്. എന്നിട്ട് ഫലമ്മാ ജാഅഹും എന്നിട്ട് വന്നപ്പോൾ എന്തുണ്ടായത്? അവർക്ക് അറിയാവുന്ന കാര്യം, മാറഫ എന്ന് വെച്ചാൽ അറിഞ്ഞു എന്നാണ്. മാറഫ് അവർക്ക് അറിയാവുന്ന ഒരു കാര്യം വന്നപ്പോൾ, അതായത് അറിയാവുന്ന പ്രവാചകൻ വന്നപ്പോൾ അവർ അതിൽ അവിശ്വസിച്ചു. കഫറ എന്നുവെച്ചാൽ അവിശ്വസിച്ചു. അങ്ങനെ അവരതിൽ അവിശ്വസിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ശാപം അവർക്ക് അള്ളാഹു അതിനാൽ അള്ളാഹുവിൻ്റെ ശാപം അലൽ കാഫിരി അവിശ്വസിച്ച ആളുകളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായി എന്നാണ് പറയണത്. അപ്പൊ ഇതിൽ ഇവര് വിശ്വസിക്കാണ്ടിരിക്കാനുള്ള ഏക കാരണം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേൽ വർഗത്തിൽപ്പെട്ട ആളല്ല, അറബികളിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് മാത്രം.
അടുത്ത നമ്മള് സൊഫിയ റളിയല്ലാഹു അൻഹാടെ കാര്യം പറഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ. പിതാവും പിതൃ സഹോദരനും കൂടിയുള്ളൊരു സംസാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നു കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ളൊരു സംസാരം നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതായത് അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ അവർ പറഞ്ഞത് എന്താ, ഞങ്ങൾ വിശ്വസിക്കില്ല, അവസാനം വരെ വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അല്ലേ. അടുത്ത ആയത്ത് നോക്കാം. ബിസമഷ്തറൗ ബിഹി, അങ്ങനെ ബിസ എന്ന് വെച്ചാൽ ഏറ്റവും മോശമായതാണ്. ഇഷ്തറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റൂന്നും ഉണ്ട് വാങ്ങിയെന്നും ഉള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. ഇത് മുമ്പൊക്കെ സാധനങ്ങൾ എങ്ങനെയാ, ഏതെങ്കിലും ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് വേറൊരു സാധനം ഇങ്ങോട്ട് വാങ്ങിക്കാണ്, പൈസയ്ക്ക് പകരം അല്ലേ. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാണ്. അപ്പൊ അതിന് ഇഷ്തറ എന്ന് വെച്ചാൽ ഒരാള് ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ വിറ്റൂന്നും ആവും, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ വാങ്ങിയെന്നും ആണല്ലോ. അപ്പൊ ഏതും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇഷ്തറ എന്നുള്ള വേർഡും അങ്ങനെ രണ്ടർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ വിറ്റു എന്നുള്ള അർത്ഥത്തിലാണ് ബിസമഷ്തറൗ ബിഹി, അവര് എന്തിനാണോ വിറ്റത്, അംഫുസഹും അവരുടെ സ്വന്തങ്ങളെ, അയ്യക്ഫുറു അതായത് അവർ അവിശ്വസിക്കുന്നത്, ബിമാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചതിൽ, ബഗയൻ അക്രമമായിട്ട്, അയ്യുനസ്സിൽ അല്ലാഹു ഇറക്കുന്നതിനാൽ, മിൻ ഫദ്ലിഹി അവന്റെ അനുഗ്രഹത്തിൽ നിന്നും, അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുക, അവൻ ഉദ്ദേശിച്ച ആളുകളുടെ മേൽ, മിൻ ഇബാദി തന്റെ അടിയാന്മാരിൽ നിന്നുമുള്ള എന്താണ്, അവൻ ഉദ്ദേശിച്ച ആളുകളുടെ മേൽ അനുഗ്രഹം അള്ളാഹു ഇറക്കിയതിൽ, ഫബാഉ അങ്ങനെ അവർ മടങ്ങി, ബി ഒലബിൻ, ഒലബ് എന്ന് വെച്ചാൽ കോപം കൊണ്ട്, അല ഒലബ് കോപത്തിനു മേൽ കോപം കൊണ്ടാണ് അവര് മടങ്ങിയത്. വലിൽ കാഫിരീന വിശ്വാസികൾ കൊണ്ടുതാനും, അദാബു മുഹീൻ അദാബ് ശിക്ഷ, മുഹീൻ എന്ന് വെച്ചാൽ നിന്ദ്യകരമായ ശിക്ഷ അവർക്കുണ്ട്. അതായത് അവര് യാതൊന്നിന് പകരം അവർ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞുവോ, അത് വളരെ മോശമായ കാര്യമാണ്. അതായത് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവർ അവിശ്വസിക്കുന്നത് വളരെ മോശമാണ്. കാരണം അവർക്ക് അള്ളാഹു വിശ്വസിച്ചാൽ എന്തൊക്കെ നേട്ടമാണ് ഉണ്ടാവാൻ പോണതല്ലേ പരലോകത്ത്. അപ്പൊ ആ പരലോകത്തെ വമ്പിച്ച പ്രതിഫലത്തിന് പകരം അവര് വിറ്റ് കളഞ്ഞത്, തിരിച്ചു വാങ്ങിച്ചത് ഈ ലോകമാണ് അതിന് പകരം അവര് വാങ്ങിക്കണത്. അത് വളരെ മോശമായ കാര്യം തന്നെയാണെന്നാണ് പറയണത്. അള്ളാഹു തന്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുക്കുന്നതിനാലുള്ള അസൂയ കൊണ്ട് അല്ലെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് അറബികളിൽ നിന്നും ഒരു പ്രവാചകൻ അവർക്ക് വന്നത്. അപ്പൊ അതിലുള്ള അസൂയ കൊണ്ടാണ് ഇവര് അത് വേണ്ടാന്ന് വെക്കണത്. അപ്പൊ അതെന്താണ്, ഈ അസൂയ കാരണം ആർക്കാ നഷ്ടം ഉണ്ടായത്, ഇവരുടെ പരലോകം അല്ലെ, പരലോകം തന്നെയാണ്. അപ്പൊ ഇവര് അതിന് പകരം വാങ്ങിയത് വളരെ മോശമായ ഒരു കാര്യമാണ്. ആ പരലോകത്തിനെ വിറ്റിട്ട് ഈഹലോകത്തിൽ ഈ അസൂയം വെച്ചിരുന്നിട്ട് അവർക്ക് കിട്ടണത് വളരെ മോശമാണ്, നാശമാണെന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഈ അസൂയ കൊണ്ട് എന്ത് കിട്ടിയവർക്ക്, അള്ളാഹുവിന്റെ കോപം വാങ്ങിച്ചിട്ടാണ് അവർ മടങ്ങിയത്. കോപത്തിനു മേൽ കോപം, അതായത് അത്രയും കഠിനമായ കോപമാണ് അള്ളാഹുവിന്റെ അവർക്ക്, അതാണ് അവർക്ക് കിട്ടിയ നേട്ടം എന്നാണ് പറയണത്. അവിശ്വാസികൾക്ക് നിന്ദ്യകരമായ ശിക്ഷ ഉണ്ട്, അതാണ് ആയത്തിൽ പറയണത്. പിന്നെ അടുത്ത ആയത്ത് നോക്കിയാല്, വഇദാ ഖീല ലഹും ആമിനൂ ബിമാ അൻസലല്ലാഹു ഖാലൂ നുഅ്മിനു ബിമാ ഉൻസില അലൈനാ വയക്ഫുറൂന ബിമാ വറാഅഹു വഹുവൽ ഹഖ് മുസദ്ദിഖൻ ലിമാ മഅഹും ഖുൽ ഫലിമ തഖ്തുലൂന അൻബിയാ അല്ലാഹി മിൻ ഖബ്ലു ഇൻ കുൻതും മുഅ്മിനീൻ. അതായത് വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, എന്തെന്നാണ് പറയണത്, ആമിനു നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ, എന്തില്, ബിമാ അൻസൽ അള്ളാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, അവരെന്താ മറുപടി പറയാ, നുഅ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ബിമാ ഉൻസില അലൈന ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, വയക്ഫുറൂന ഞങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യും, ബിമാ വറാഅഹു അതിനപ്പുറത്തുള്ളത് ഞങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യും എന്നാണ് അവർ പറയണത്. അതായത് തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അതാണ് ഞങ്ങൾക്ക് ഇറങ്ങിയ വേദഗ്രന്ഥം, അതിൽ ഞങ്ങൾ വിശ്വസിക്കാൻ റെഡിയാണ്, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിലൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതാണ് ആ പറയണത്. വഹുവൽ ഹഖ് അതാകട്ടെ യാഥാർത്ഥമാണ്. എന്ത്, ഖുർആനെ കുറിച്ചാണ് പറയണത്. മുസദ്ദിഖൻ ലിമാ മഅഹും അവരുടെ കയ്യിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ട് ഇറങ്ങിയ യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഖുർആൻ. ഖുൽ പറയുക, ഫലിമ എന്നാൽ എന്തിനാണ്, തഖ്തുലൂന നിങ്ങൾ കൊല്ലുന്നു, അംബിയ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ, മിൻ ഖബ്ലു മുൻപ്, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ.
അപ്പൊ ഇവരോട് ഖുർആനിൽ വിശ്വസിക്കാൻ പറഞ്ഞ ഇവരുടെ മറുപടി ഇതാണ്: ഞങ്ങൾക്ക് ഇറക്കിയപ്പെട്ട വേദഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഇനി അതിനപ്പുറത്തുള്ളതിലൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് ഇവര് പറയണത്. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാ നിങ്ങൾ വിശ്വാസികളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരെയൊക്കെ കൊന്നു കളഞ്ഞിട്ടുള്ളതെന്നാണ് അള്ളാഹു ചോദിക്കണത്. ഇവരുടെ പ്രവാചകന്മാരിൽ ഏറ്റവും ആദ്യം വന്ന പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമാണ്. ഇവർക്ക് തുടരെ പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആദ്യം വന്ന പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ചരിത്രം നോക്കുകയാണെങ്കിൽ അവരെന്താ മൂസാ നബീനോട് കാണിച്ചിട്ടുള്ളതൊക്കെ? മൂസാ നബി കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോഴത്തേനും പശുക്കുട്ടീനെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. പിന്നെ മൂസാ നബിയോട് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തിട്ട് വാ, അങ്ങനെ ഫുൾ അതിൽ വിശ്വസിക്കാത്ത അതിന് മൂസാ നബിക്ക് എതിരെയാണ് ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത് മുഴുവനും. എന്നിട്ടാണ് ഈ പറയണ കേട്ടോ, ഞങ്ങൾ ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചോളാം. അപ്പൊ അള്ളാഹു ചോദിക്കാൻ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ഈ പ്രവാചകന്മാരെയൊക്കെ കൊന്നു കളഞ്ഞു, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നാണ് ചോദിക്കണത്. അടുത്ത ആയത്ത്: വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാതി സുമ്മ അത്തഖദതുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. വലഖദ് ജാഅകും, തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് മൂസ അലൈഹിസ്സലാം ബിൽ ബയ്യിനാതി, വ്യക്തമായ തെളിവുകൾ കൊണ്ട്. സുമ്മ, പിന്നീട് ഇത്തഖദതും, ഇത്തഖദ എന്ന് വെച്ചാൽ അവരുണ്ടാക്കി അല്ലെങ്കിൽ സ്വീകരിച്ചു, ഇജ്ല മൂരിക്കുട്ടിയെ, മിൻ ബഅദി അതിനുശേഷം, വഅൻതും ളാലിമൂൻ നിങ്ങൾ അക്രമികളായിക്കൊണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. മൂസാ നബി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ടാണ് ഇവരുടെ അടുത്ത് വന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്തേ? പശുക്കുട്ടിയെ ഉണ്ടാക്കി അവര്. അങ്ങനെ നിങ്ങൾ അക്രമം പ്രവർത്തിച്ചു, നിങ്ങൾ അക്രമികളായിക്കൊണ്ട് അങ്ങനെ മൂരിക്കുട്ടിയെ ഉണ്ടാക്കി എന്നാണ് പറയണത്. ആദ്യം പറഞ്ഞത് പ്രവാചകന്മാരെ എന്തിനു കൊന്നു കളഞ്ഞു എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ മൂരിക്കുട്ടിയെ ഉണ്ടാക്കിയ ആൾക്കാരാണ് അല്ലേ, അതാണ് പറയണത്. പിന്നെ ഇത് അഖദ്ന, നാം വാങ്ങിയ സന്ദർഭം, മീസാഖക്കും നിങ്ങളുടെ ഉറപ്പ്, വറഫഅനാ ഫൗഖക്കും തൂർ നിങ്ങളുടെ മീതെ തൂർ പർവ്വതം. തൂർ എന്ന് വെച്ചാൽ പർവ്വതം തന്നെയാണ് അർത്ഥം. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഇതിന്റെ ഇതുപോലത്തെ ഒരു ആയത്തന്നെ 60 സംതിങ് ആ ഒരു ആയത്തിൽ പറയുന്നുണ്ട് നമ്മൾ. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, പർവ്വതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവരോട് അള്ളാഹു കരാർ വാങ്ങിയ സന്ദർഭം. ആ സെയിം സംഭവം തന്നെ അള്ളാഹു ഇവിടെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ കേട്ടോ. ഫൗഖക്കും തൂറ ഖുദൂ മാ ആതൈനാകും ബിഖുവ. ഈ പർവ്വതത്തെ പിടിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ബലമായി പിടിച്ചുകൊള്ളുവിൻ. വസ്മഉ, എന്നിട്ട് നിങ്ങൾ കേൾക്കുകയും ചെയ്യുവിൻ. ഖാലു, അവർ പറഞ്ഞു, സമിഅന ഞങ്ങൾ കേട്ടു, വഅസൈന ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. വഉശ്രിബു അവർ കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ, ഇജ്ല പശുക്കുട്ടിയെ അല്ലെങ്കിൽ മൂരിക്കുട്ടിയെ, ബികുഫ്രിഹിം അവരുടെ അവിശ്വാസ നിമിത്തം. കുൽ പറയുക, ബിസമ എത്രയോ മോശം, യഅ്മുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നത്, ബിഹ് അത്, ഈമാനുക്കും നിങ്ങളുടെ വിശ്വാസം, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. ഇതെന്താ പറയണെന്ന് വെച്ചാല്, നമ്മൾ തൊട്ട് മുമ്പ് ഉള്ള പേജുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പർവ്വതത്തെ സീനാ പർവ്വതം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങളോടൊരു കരാറ് വാങ്ങിച്ചു. ആ സംഭവം ഓർക്കണില്ലേ എന്നൊക്കെ അല്ലെ. അത് ഉയർത്തിപ്പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? തൗറാത്തിലെ നിയമങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കണം, തൗറാത്തിനെ മുറുകെ പിടിക്കണം എന്നൊക്കെയാണ് അള്ളാഹു അത് പറഞ്ഞത്. അതാണ് ഇവിടെയും പറയണത്. നിങ്ങൾക്ക് തന്നതിനെ ബിഖുവത്തിൻ മുറുകെ ബലവത്തായി പിടിക്കുക, വസ്മഉ എന്നിട്ട് നിങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇവരെ മറുപടി എന്തായിരുന്നു? സമിഅന ഞങ്ങൾ കേട്ടു, വഅസൈന അനുസരണക്കേട് കാണിച്ചു. അതായത് വെറുതെ കേൾക്കാൻ ഞങ്ങൾ ഓക്കെയാണ്, പക്ഷെ അത് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല എന്നാണ് അവർ പറയണത്. അപ്പൊ അള്ളാഹു പറയാണ്, ഇനി പറയണ ഒരു വാക്ക്, വഉശ്രിബു ഫീ ഖുലൂബിഹിം അവരെ കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങളിൽ മൂരിക്കുട്ടിയോടുള്ള ഇഷ്ടം. അതായത് അള്ളാഹു അവിടെ ഒരു കുറച്ച് ആലങ്കാരികമായിട്ടാണ് ആയത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് മൂരിക്കുട്ടിയോടുള്ള അവരുടെ ഇഷ്ടം ഒരു പാനീയത്തോട്, കുടിക്കാനുള്ള ഒരു സാധനത്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്, ഹൃദയങ്ങളെ വയറുകളോടും. അപ്പൊ ഈ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് അവര് വയറ് നിറച്ചിരിക്കുന്നു. അതായത് ഇവർക്ക് ഇതിനെ വളരെ ഇഷ്ടമായതുകൊണ്ട്, അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വിശ്വസിക്കാത്തതെന്ന്. വളരെ രുചികരവും ഹൃദ്യവുമായ പാനീയം മൂക്കറ്റം കുടിച്ച് വയർ നിറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രതീതിയാണ് ആ പശുക്കുട്ടിയോടുള്ള സ്നേഹത്തിൽ അവരോട് അവരുടെ ഹൃദയങ്ങൾക്കുള്ളതെന്ന്. അതായത് ഇതിനോട് പശുക്കുട്ടിയോടുള്ള സ്നേഹം കാരണം ഇവർക്ക് ഇതിൽ വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ച് ആലങ്കാരികമായിട്ടാണ് അവിടെ അള്ളാഹു പറഞ്ഞിരിക്കണേന്ന്.
അപ്പൊ പറയാണ്, ഖുൽ പറയുക, അള്ളാഹു പറഞ്ഞു കൊടുക്കാണ്, ബിഅസ എത്രയോ മോശമാണ് മുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം. ഏതൊരാളും നേരായ കാര്യത്തിൽ വിശ്വസിച്ചാൽ എന്താ, അതുകൊണ്ട് അവർക്ക് സൽക്കർമ്മം ചെയ്യാൻ പറ്റും. നേരായ മാർഗത്തിലൂടെ, നല്ല മാർഗത്തിലൂടെയാണ് അവരെ നയിക്കുക അവരുടെ വിശ്വാസം. അപ്പൊ ഇവരുടെ ഈ വിശ്വാസം പക്ഷെ അവർ നയിക്കണമെങ്കിലാണ് വളരെ മോശമായ കാര്യത്തിലാണ്. ഈ പശുക്കുട്ടിയോടുള്ള ഇഷ്ടവും അതിലുള്ള വിശ്വാസവും കാരണം അവരെ നയിക്കണത് വളരെ മോശമായ ഒരു പാതയിലോട്ടാണ് നശിപ്പിക്കണേന്നാണ് പറയണത്. ഈ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്തയാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് നിർത്തണത്. അപ്പൊ ഈ പേജിൽ കുറച്ചുള്ളു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ എന്താണ്, നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വേദഗ്രന്ഥം അവതരിപ്പിച്ചപ്പോൾ അവര് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അവിശ്വസിച്ചു. ഇതിനു മുമ്പ് അവർ പറയും ഞങ്ങൾക്കൊരു പ്രവാചകൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആൾക്കാർ പ്രവാചകൻ വന്നപ്പോൾ അതിൽ അവിശ്വസിക്കുകയാണ് ചെയ്തത്. പിന്നെ പറഞ്ഞത് എന്താ, നിങ്ങൾ വിറ്റ് കളഞ്ഞത് ഇവിടത്തെ സുഖം നോക്കി, അല്ലെങ്കിൽ മനസ്സിലുള്ള അസൂയ കാരണം, അവർക്ക് അനുഗ്രഹം നൽകിയതിലുള്ള ഒരു അസൂയ കാരണം ഇവര് നഷ്ടപ്പെടുത്തിയത് എന്താണ്, ഏറ്റവും നല്ലതായ പരലോകത്തിനെ നഷ്ടപ്പെടുത്താണ്. അപ്പൊ ഇവര് പരലോകം വിറ്റിട്ട് വാങ്ങിച്ചത് വളരെ മോശമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കോപം അവരിൽ വന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ അള്ളാഹു ചോദിക്കണം എന്താണ്, നിങ്ങളോട് വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പുതിയ സാധനത്തിലൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അള്ളാഹു അവരോട് ചോദിക്കണം, നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് പറഞ്ഞത്, നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരെയൊക്കെ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൂസാ നബി ഒന്ന് കുറച്ച് ദിവസം അങ്ങോട്ട് മാറി നമ്മളത്തേനും പശുക്കുട്ടീനെ ഉണ്ടാക്കി ആരാധിച്ച ആൾക്കാരാണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വാസികളാണെന്ന് പറയണം, വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയണം, ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ എങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. പിന്നെ പറഞ്ഞത് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹു ഒരു കരാറ് വാങ്ങിയ സന്ദർഭം. അപ്പോഴും ഇവർ പറഞ്ഞത് എന്താണ്, അവരോട് കേൾക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്, കേൾക്കുന്നുണ്ട്, പക്ഷെ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അപ്പം ഈ പശുക്കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വിശ്വാസം നയിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യത്തിലോട്ടാണ് എന്നാണ് പറഞ്ഞ് ഈ ഒരു പേജ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഇൻഷാല്ലാ അടുത്തൊരു ഓഡിയോയിൽ അടുത്ത പേജ് നോക്കാം. അപ്പോൾ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.